അപ്പോൾ ഹേ ഗൈസ്, സിൽവർ സ്റ്റോണിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിതാ ഈ കാണുന്ന വീടൊക്കെ ഉണ്ടാക്കി ഈ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റൂഫിൽ ഗ്ലാസ്സൊക്കെ വെക്കണം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. സ്മെൽറ്റായോ? ഇനി ഇതൊക്കെ വീട് പണി കഴിഞ്ഞിട്ട് വേണോ, എന്താ പറയുക, വീട് പണി കഴിഞ്ഞിട്ട് വേണോ ഇതൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ. അയ്യൻ്റെ മോനെ, സിൽക്ക് ടച്ച് ഇല്ലാത്ത എന്തൊരവസ്ഥയാണ് നോക്കണേ. എനിക്ക് എങ്ങനെയെങ്കിലും സിൽക്ക് ടച്ച് ഒപ്പിക്കണം, ഇല്ലെങ്കിൽ എല്ലാം പോയി പോകും. ഗ്ലാസ്സൊക്കെ മെയിൻ സാധനമാണ്. ഗ്ലാസ്സും അങ്ങനെ ഡിമ്പ്. അയ്യോ, ഗ്ലാസ് ഇനിയും വേണം. അയ്യോ, ഇനി എന്താണ് വെറുതെ കിടന്ന് കത്ത് തന്നെ. എൻ്റെ അടുത്ത് ഇനി സാൻഡ് വല്ലതും ഉണ്ടോ? ആ 8 ഗ്ലാസ് കൂടി ഉണ്ട്. ഇതപ്പം ഇതിനകത്ത് കയറി രക്ഷപ്പെട്ടു. ഒന്നുപോലും മിസ്സാക്കാണ്ട് മര്യാദയ്ക്ക് അടിച്ച് കയറ്റണം. 1 2 3 4 5 6 7 8. അയ്യോ, ഇനിയും വേണമല്ലോ. ഞാൻ എന്നാ ചെയ്യുമേ? ഫുഡില്ല തീരെ. ഉണ്ട് ഗൈസ്, നമുക്ക് രാവിലെ ആയിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. അല്ലോ, കത്താൻ തുടങ്ങി. ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 4 ഗ്ലാസ് കത്തൽ കഴിഞ്ഞാ. ഇനി കുറച്ചുകൂടി ഗ്ലാസ് കണ്ടടിക്കാൻ പോകണം. അല്ല, ഗ്ലാസ് അല്ല, സാൻഡ്. കുറച്ച് എൻ്റെ മോനെ പച്ചാത്താവില്ല. ഈ സൈഡ് പിടിച്ചിരുന്നു. നല്ല സാൻഡുള്ളൊരു സ്ഥലവും ഇല്ലല്ലോ. എന്തായാലും ഫുഡും കൂടി കളക്ട് ചെയ്തേക്കാം. നമുക്ക് തീരെ ഫുഡില്ല. അപ്പോൾ കുറച്ച് ഫുഡ് കളക്ട് ചെയ്ത് കേവിലേക്ക് കേവ് ഉണ്ട്. അപ്പം നമ്മൾ ആർമറൊക്കെ പൊട്ടാനാക്കി. ഡ്യൂറബിലിറ്റി കുറഞ്ഞേക്ക്. നമുക്ക് ഒന്നെങ്കിൽ വെൻഡിങ് ഒക്കെ ആഡ് ചെയ്ത് സെറ്റപ്പ് ആക്കണം. അവിടെ അത്യാവശ്യം നല്ല സാൻഡ് ഇടാ, പോയി കളക്ട് ചെയ്യാം. അങ്ങോട്ട് പോട്ടെ കേസ്. നമുക്ക് സാൻഡ് ഇട്ട് കുറേ സാൻഡ് ഉണ്ടോ. ഡെസേർട്ട് അത്യാവശ്യം ഡെസേർട്ട് മാത്രമുണ്ട്. കുറച്ച് ഡേർട്ട് നോക്കാം. സാൻഡ് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇത്രയും ലെവലിൽ ഇങ്ങനെ മൈൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ലെവൽ. പിന്നെ കുറച്ച് ഇവിടുന്നൊക്കെ അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടുന്നൊക്കെ ഞാനൊരു സ്ഥിരതല്ല, എന്താ പറയുക, ഒരു കറക്ഷൻ ഇല്ലാണ്ട് പൊട്ടിച്ചെടുത്ത. പക്ഷെ ഇവിടുന്ന് കറക്റ്റ് ഒരു ലൈനിൽ പൊട്ടിച്ച് ഗ്രൈൻഡ് ചെയ്ത്, പിന്നെ ഇവിടുന്ന് എത്തിയൊരു സൈഡിലോട്ടൊന്ന് മാറി ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ഒരു 4 കൂടി ആക്കാം. നമുക്ക് നേരെ കുറച്ച് വുഡ് കളക്ട് ചെയ്യട്ടെ.
tree. Too short. Sapling will go. കുറച്ച് സാപ്ലിങ് ഒപ്പിക്കണം ഗൈസ്. എന്നാലേ നമുക്ക് എന്താ പറയുക, സാപ്ലിങ് കയ്യിൽ ഉണ്ടല്ലോ, എന്താ പറയുക, അത് കുറച്ച് പ്ലാൻ ചെയ്യണം. തിരിച്ച് നമ്മൾ ഐലൻഡ് എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഞാൻ പെട്ടു ഗൈസ്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കണം. ഞാനിപ്പം എന്തായാലും നമ്മളെ വേൾഡ് പോയി ഗൈസ് നമ്മളെ കയ്യിൽ നിന്ന്. അത് ക്രിയേറ്റീവ് കയറണം നിങ്ങളെ മുന്നിൽ തന്നെ. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മളത് മൊത്തം പോയി ഗൈസ്. എന്താന്നറിയില്ല, നന്നായിട്ട് ബ്ലാക്ക് ആയിപ്പോയി എൻ്റെ വേൾഡ് ഗൈസ്. എൻ്റെ വീട്, എൻ്റെ സ്റ്റോറേജ്, എൻ്റെ എല്ലാം പോയി ഗൈസ്. എല്ലാം പോയി. അതൊന്നും കാണുന്നില്ല, ബ്ലോക്കൊന്നും കാണുന്നൂടില്ല എല്ലാം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളതാ ഈ സീരീസ് ഒരു അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലോപ്പായി പോയി. ഇത്ര ആയിരുന്നു നമ്മുടെ വേൾഡിനൊരു പ്രശ്നമല്ല ഗൈസ്. ഫുൾ ക്ലീൻ വേൾഡാണ്. നമുക്കിനി എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് നോക്കാം. താഴോട്ട് പോകുന്നതിനനുസരിച്ച് ക്രൂരത കൂടി വരികയാണ് ഗൈസ്. My series was ended, but don't worry. Saving it. നമ്മളിതാ നിങ്ങളുടെ മുന്നിൽ തന്നെ ക്രിയേറ്റ് സെക്കൻഡ്. യൂട്യൂബ് ടു യൂട്യൂബ് ക്രിയേറ്റ്. ഇനി എപ്പോഴും ഇതിൻ്റെ അകത്ത് ഗൈസ് ഞാൻ ഒരു കോൾ എടുത്താണ് ഗൈസ് പ്രശ്നം. ആ കോൾ എടുത്തതിന് ശേഷം എൻ്റെ വേൾഡ് പോയി. എന്താണെന്ന് അറിഞ്ഞൂടാ, വേൾഡ് പോയി ഗൈസ്. സങ്കടമുണ്ട്, എന്നാൽ ചെറിയൊരു വിഷമം. എൻ്റെ വേൾഡ് പോയോ. സങ്കടമൊന്നുമില്ല. എന്നാലും നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി, ഒരു ബ്രീഡർ ഉണ്ടാക്കി, അല്ല ഫാം ഉണ്ടാക്കി. ബ്രീഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ഫാമായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫോണ് നോക്കാം. സ്പോൺ ആയതൊരു ജംഗിൾ ബയോമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്കിനി സ്ഥലം എപ്പോഴും അവിടെ ഒരു കണ്ട് പരിചയം മാതിരി അല്ലെ എനിക്ക് തോന്നുകയാണോ. സുധീൻ്റെ ഏതൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ സ്ഥലം അല്ലാന്ന് തോന്നുന്നു. ഇതേമാതിരി തന്നെയുള്ളൊരു സ്ഥലം. നമ്മൾ സ്പോണായത് ഏതോ ജംഗിളിലാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളെ ഈ വേൾഡിൽ ആദ്യത്തെ ബ്ലോക്ക് മൈൻ ചെയ്യാണ്. അപ്പോൾ ഇത് ആദ്യം കൊണ്ട് ചെടി വെക്കട്ടെ, എന്നിട്ട് മൈൻ ചെയ്യുക. ഇനി നമ്മൾ സുധി ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. അടിപൊളി ഐലൻഡ്.
ഇന്നിപ്പോൾ വരെ അഡ്വാൻസ്മെൻറ്റ് അല്ല അഡ്വർടൈസ്മെൻറ്റ് എന്തോ അണ്ടർമെൻറ്റ് നീന്തുന്ന കണ്ടോ എന്ത് വെള്ളത്തിലൊക്കെ മരം അടിപൊളിയായിരുന്നു. അത് വലിയ ആയിരുന്നു അത്യാവശ്യം. ഈ 2 ഐലൻഡ് കൂടി നമുക്ക് ചെറിയൊരു ബേസ് സെറ്റപ്പ് ആക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വുഡ് നമുക്ക് ചെറിയൊരു ഗ്രാവലൊക്കെ ഉള്ള ഐലൻഡ് കൊണ്ടുവെക്കാം ഗൈസ്. ഇനി മൊത്തം ഇതിൻ്റെ സീരീസ് ആക്കി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റേത് എന്തായിരുന്നു ഇനി ചോദിക്കാൻ പാടില്ല, ആ വേൾഡ് ഞാൻ മറന്നു ഗൈസ്. ഇതാണ് നമ്മളെ ഇനി ഉള്ളത്. അപ്പം നമ്മൾക്ക് ഇനി ബാക്കിയുള്ള വുഡ് മാറ്റിയിട്ട് ഇതൊക്കെ മൈൻഡ് ചെയ്തിട്ട് ഒരു ആക്സിഡാക്കി ഈ 2 ഐലൻഡ് ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് അത്യാവശ്യം ഫുള്ള് ബാമ്പു കൊണ്ട് ഉണ്ടാക്കാം ഗൈസ്. അതാണ് എൻ്റെ പ്ലാന്. ഫുള്ള് ബാമ്പു സെറ്റപ്പാക്കി ഫുള്ള് ബാമ്പു ഹൗസ്. എന്നിട്ട് നമുക്ക് വില്ലേജൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് സെറ്റപ്പൊക്കെ ആക്കാം. ഫുള്ള് സെറ്റപ്പാണ്, 2 ഫുള്ള് സെറ്റപ്പാണ്. ഇവിടെ നടക്കാം. ഇതിനാണ് വരെയൊക്കെ ഓടുന്നത്. ഒരാക്സ്, ഈ പിക്കാക്സ് മതി. സ്റ്റോൺ ടൂൾസ് പറഞ്ഞുകൊണ്ട് ബാമ്പൂനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഒന്ന് വെട്ടിയാൽ മരമൊക്കെ ഇങ്ങനെ വെക്കുകയാണ് എന്ത് സുഖമായിരുന്നു. ഒറ്റ വെട്ടിനെല്ലാം കൂടി റിയൽ ലൈഫിൽ അങ്ങനെ നോക്കൂ. മൈൻക്രാഫ്റ്റിൽ വെക്കുകയെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ സ്ട്രെയിറ്റ് ഉണ്ടായി മുളയുന്നതിനുള്ളിൽ കളയാം ഗൈസ്. എന്തോ സ്പീഡിലാണ് നോക്കിയപ്പോൾ 41. ചെറുതാത്. യെസ്, സാപ്പിളിങ് ഒപ്പിക്കണം ഗൈസ്. ഇല്ലേ മറ്റേ ഐലൻഡിലേക്കൊക്കെ പോയിട്ട് ഡ്രൗണ്. കൊല്ലണം ഈ ഡ്രൗണിനെ, കൊല്ലണം. എന്നാ കൊല്ലല്ലേ, ഞാൻ കീപ്പ് ഇൻവെൻട്രി പോലും ഒട്ടിക്കില്ലല്ലോ. കൊല്ലല്ലടോ. എൻ്റെ പോലെ ഷെല്ലായി. തോത്ത നമുക്കിനി സ്റ്റോണ് മൈനിങ്ങിനാവണം ഗൈസ്. സ്റ്റോൺ മൈനിങ് പ്ലീസ്. ഇതെങ്ങോട്ടാ ഞാൻ ചാടുന്നത്? ഓ, മുന്നിൽ തന്നെ കോപ്പറാ. കോപ്പറില്ല, ഫുൾ അയേണാ. അയേണില്ല, ഫുള്ള് കോപ്പറാ. ക്രാഫ്റ്റിംഗ് ടേബിളോട് വെക്കാം. സ്റ്റിക്കാക്കാം. ഒരു സോഡ്, ഒരാക്സ്, സ്റ്റിക്കാക്കാം. ഒരു ആക്സ് ഇതവിടെ ഉണ്ട്. പിന്നെ ഒരു പിക്കാക്സും. നമ്മളെ ഇൻവെൻട്രി ഒന്ന് ഇതാക്കാം. സോഡ്, ആക്സ്,
പിക്കാക്സ്, പിന്നെ ബാമ്പൂ കൊണ്ട് എന്തുവാ അത്, ബ്ലോക്ക് ഓഫ് ബാമ്പൂ. ഇനി ഇത് ബ്ലാങ്ക് ആക്കാം. ഡിങ് 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 ഡിങ്. ഒരു കുഞ്ഞ് ബേസ് സെറ്റപ്പ് അത് ഇപ്പം തന്നെ. എന്താണ് 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 ശല്യം കിട്ടി. എന്ത് ശല്യം? നോട്ടി ശല്യം. നമുക്ക് ഈ ബാമ്പൂ മരങ്ങളൊക്കെ ക്ലിയർ അപ്പ് ചെയ്തിട്ട് കാണാം. ഇതൊക്കെ 1 2 ഗൈസ്, നിങ്ങളെപ്പോഴെങ്കിലും ഒരു ബേബി ഡ്രോണിനെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു സോംബി വെള്ളത്തിൽ വീണതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം കാണിച്ചു തരൂല ഗൈസ്. നൈറ്റായി നമ്മൾ ബാമ്പ് മൊത്തം ക്ലിയർ ചെയ്ത് നമുക്കിനി മോർണിംഗ് ആയിട്ട് കാണാം. അല്ലേ വേണ്ട, മരമൊക്കെ ക്ലിയർ അപ്പ് ചെയ്യാം. എനിക്ക് വൈബ്രേഷൻ തീരെ ഇഷ്ടമല്ല. കണ്ടോ, ഇല്ലാതെ പ്രാന്തടിക്കുക. നല്ല മുകളിൽ വരെ കയറിപ്പോ. അയ്യോ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തില്ല പൊട്ടെ. ഡ്രോണൊന്നും തന്നെ തൊടാൻ പറ്റാത്ത രീതിയിൽ എന്താ AFK time. Yo. നമുക്ക് മെല്ലെ പത്തതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതിനുള്ള ക്രാഫ്റ്റിംഗ് ടേബിൾ ഏതെങ്കിലും നോക്കണം. നമുക്ക് മോർണിംഗ് ആയിട്ട് കാണാം. അപ്പം ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ നമുക്ക് ഇത്രയും ബാമ്പു കിട്ടി ഗൈസ്. ഇത്രയും ബാമ്പു നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. നമുക്കിത് മൊത്തം ഇതായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ്, നമുക്ക് ഒരു സ്റ്റാക്കും 18 കിട്ടിയിട്ടുണ്ട്. നമുക്ക് താഴെ പോയിട്ട് ദിമ്മാരും കൂടി ഒന്ന് വെട്ടിയിട്ട് വരാം. സ്പൈഡർ, സ്ട്രിങ്, ബെഡ് ഉണ്ടാക്കാം. വേഗമായിട്ട് പോട്ടെ. വേഗം തായോട്ട് പോ, വേഗം താഴെ. എന്നെ കൊല്ലാൻ നോക്കുവാടാ നീ, കള്ള സ്പൈഡറിനെ ഞാൻ കൊന്നു. ഒരു മരം കൂടി വെട്ടാനുണ്ട്, ഇതും കൂടി കയറി വെട്ടട്ടെ. ഇതിൻ്റെ മുകളിലേക്കിട് പ്ലാങ്ക് ഇത് ആക്കാലോ. ക്രീപ്പറാവല്ലേ. ഇത് വെട്ടാൻ മുകളിൽ കയറൊന്നും വേണ്ട.
നമുക്കിനി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. കുഞ്ഞൊരു ബേസ് സെറ്റപ്പ് ആക്കാം. നമ്മള് വേൾഡ് മൊത്തം പോയില്ലേ, സങ്കടം. മൊത്തം ഗ്രൈൻഡ് ചെയ്താൽ വരുമ്പോൾ വുഡ് ഉണ്ടാവും, അല്ല ഡ്യൂറബിലിറ്റി ഉണ്ടാവും. യാക്സ് ബ്രൗൺ ഷീപ്പേ ഒന്നേക്ക് കിട്ടി. ഹെൽത്ത് ഇതിലൂടെ ഇവിടെ നേരെ ഓടിത്തെറിച്ച് സുധിയണ്ണ എന്താ കാര്യം പറഞ്ഞു, ഏതോ ഒരു കളിയൊക്കെ ചാടി ഇറങ്ങി ഇതിലൂടെ ഓടിത്തെറിച്ച് വേറെ എത്തിപ്പോയി ഗൈസ്. തന്നെ വഴി തന്നെ. ഒരു ബ്രൗൺ ഷീപ്പും കൂടി. എങ്ങനെയെങ്കിലും നിന്നെയൊക്കെ കൊന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകും. എവിടെയാണ്? അവിടെ കോർഡിനേറ്റ്സ് ഞാൻ മറ്റേ വേൾഡിലാക്കിയിട്ടുണ്ട്. കീപ്പിംഗ് മെമ്മറി. ചത്താലും എന്നെ കൊന്നാലും എനിക്കൊരു പ്രശ്നം തരില്ല. എവിടുന്നാടാ എന്നെ കൊന്നത്? എല്ലാം ഇപ്പം എനിക്ക് കിട്ടണം. എനിക്ക് എൻ്റെ സ്കെലിറ്റൻ്റെ മടയെ കയറി ഞാൻ കൊല്ലു. എന്തേലും വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇനി എന്തേലും കിടക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടല്ലേ. പിക്കാക്സ്, സോഡ്, ആക്സ്, ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? എന്താ കഷ്ടപ്പെട്ട് മുകളിലെത്തിയത് എന്ത് കാര്യത്തിനാ ഞാൻ നാട്ടിൽ അടിയേ? വേറെ വഴിയാ. ഇനി ഇത് രണ്ടും പൊട്ടിച്ചോണ്ടുണ്ട് നാട്ടാകെ. ചെറിയ തേലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കിപ്പോൾ അറിയായിരുന്നു.
കുശാലായി. സാരമില്ല, എൻ്റെ അടുത്ത് വുഡൻ ആക്സ് ഉണ്ട്. നമുക്കിത് മൊത്തം ഗ്രൈൻഡ് ചെയ്ത് താഴെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ താഴെ എത്തി. നമുക്ക് കുഞ്ഞ് ബേസ് സെറ്റപ്പ് ആക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വലിയ ഐലൻഡിൽ നമുക്ക് ബേസ് സെറ്റപ്പ് ആക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫാമൊക്കെ അത് നടക്കും. നമുക്ക് ഇച്ചിരി എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അവിടെ. നമുക്കിപ്പോൾ തൽക്കാലം കിട്ടിയ വൂള് വെച്ചിട്ട് ഒരു ബെഡ് ഉണ്ടാക്കാം ഗൈസ്. ബെഡ് ഒരു ബ്രൗൺ ബെഡ്. ഓ സമാധാനം. ഫസ്റ്റ് നൈറ്റ് ഇൻ അവർ 2 ദിവസം. അപ്പോൾ നമുക്ക് ആക്സ് ഉണ്ടാക്കണം. സ്റ്റോൺ ഒപ്പിക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് ഫിസ്റ്റ് വെച്ച് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ആക്സ് ഉണ്ടാക്കാം. കോബിൾസ് മൈൻഡ് എനിക്ക് ഇപ്പോൾ പോകാനാവില്ല. അപ്പോൾ ഇത് മൊത്തം ഗ്രൈൻഡ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ ഇത് മൊത്തം ക്ലിയർ അപ്പ് ആയിട്ടേക്കും കാണാം. അപ്പോൾ ബൈ ഗൈസ്.